എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നാരായണീയം 29-ാം ദശകത്തിലെ 3-ാമത്തെ ശ്ലോകത്തെക്കുറിച്ച് ചിന്തിക്കാം. ഹരേ നാരായണ. കാത്തും മൃഗാക്ഷി വിഭജസ്വസുധാമിമാമിത്യാരൂഢരാഗവിവശാനഭിയാജതോ മൂൻ വിശ്വസ്യത്തെ മയി കഥം കുലടാസ്മി ദൈത്യാ ഇത്യാലപന്നഭി സുവിശ്വസിതാനതാനീഹി. ഇനി ഈ ശ്ലോകത്തിലെ ഓരോ വാക്കുകളുടെയും അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കാം. കാ ത്വം മൃഗാക്ഷി, നീ ആരാണ് മൃഗലോചനീ. വിഭജസ്വ സുധാമിമാം, വിഭജിച്ച് തന്നാലും എന്തിനെ, ഈ അമൃതത്തെ, അതാണ് സുധ. ഇതി, ഇങ്ങനെ, ആരൂഢരാഗവിവശാൻ, അഗാധമായ അനുരാഗത്താൽ വിവശരായവരുമായ, അഭിയാചത, അപേക്ഷിക്കുന്നവരും. ആരാപേക്ഷിച്ച്? അമൂൻ, അസുരന്മാർ. ആ സമയത്ത് എന്താ ഉണ്ടായേ? വിശ്വസ്യതേ മയി കഥം, നിങ്ങളെങ്ങനെ എന്നെ വിശ്വസിക്കും? ഈ മോഹിനി രൂപം കൊണ്ടുവന്ന ഭഗവാൻ അവരോട് ചോദിക്കുകയാണ്. കുലടാ അസ്മി, ഞാനൊരു കുലടയല്ലേ? ദൈത്യ, ഹേ അസുരന്മാരേ. ഇത്യാലപം നബി, ഇതി ആലപൻ അപി, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെ. സുവിശ്വസിതാനതാനീഹി, സുവിശ്വസിതാൻ അതാനി, രാഗാഭിനയം കൊണ്ട് അവരെ തന്നിൽ വിശ്വാസമുള്ളവരാക്കി മാറ്റി ആ മോഹിനി. ഇനി ഈ അർത്ഥങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ശ്ലോകം ഒന്നുകൂടി ചൊല്ലി നോക്കണം. എന്താ പറയണേ? ഹേ മൃഗലോചനി, നീ ആരാണ്? സുന്ദരമായ കണ്ണുകളുള്ള മാൻ മിഴിയാൾ എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് ഇവിടെ മൃഗലോചനെ എന്ന് വിളിക്കുന്നത്. ഈ അമൃതം ഞങ്ങൾക്ക് തുല്യമായി ഭാഗിച്ചു തരിക എന്നങ്ങോട്ട് അപേക്ഷിക്കുകയാണ് അസുരന്മാർ. അങ്ങനെ അനുരാഗവിവശരായി അടുത്തു വന്ന അസുരന്മാരോട് ഭഗവാൻ പറയാ, ഹേ അസുരന്മാരെ, ഒരു കുലടയായ എന്നെ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? അങ്ങനെ പറഞ്ഞു എങ്കിലും രാഗാഭിനയത്താൽ അവരെ വിശ്വാസമുള്ളവരാക്കി മാറ്റി മോഹിനി രൂപം പൂണ്ട ഭഗവാൻ. അതായത് സൗന്ദര്യത്തിൻ്റെ പിറകെ പോയാലുള്ള ആപത്തിനെ കുറിച്ച് കൂടിയാണ് ഈ ശ്ലോകം സൂചിപ്പിക്കുന്നത്. സൗന്ദര്യവതിയായ ഒരു മോഹിനിയെ കണ്ടപ്പോൾ തങ്ങളുടെ ഉദ്ദേശം എന്താ? അമൃത് കഴിക്കാനായിരുന്നു. അതുപോലും അവർ മറന്നു. സൗന്ദര്യത്തിന് പിറകെ പോയാൽ പലതരം ആപത്തുകളുണ്ടാകും എന്ന് ഭാഗവതത്തിൽ പല കഥകളിലൂടെ വ്യാസമഹർഷി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഹരേ കൃഷ്ണ.